സോവിയറ്റ് കാലഘട്ടത്തിലെ പീഡനങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ ആത്മീയ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് രാജ്യത്തിന്റെ തലവൻ തന്നെ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചു എന്നതാണെന്നും ബിഷപ്പ് കിറിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ആഘോഷ വേളകളിലെല്ലാം പുടിൻ പള്ളിയിലെത്തുകയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി ഇന്നലെ ഡൽഹിയിലെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ ഹാർദവമായി സ്വീകരിച്ചു. അമേരിക്കൻ താരിഫ് പ്രശ്നങ്ങളോടെ റഷ്യയുമായി ബന്ധം ദൃഢമാക്കിയ ഇന്ത്യയുടെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് പുടിന്റെ ഈ സന്ദർശനം. ഈ സാഹചര്യത്തിൽ പുടിനുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു കാര്യം പരിശോധിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു റഷ്യ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധമില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതേസമയം തന്നെ കമ്മ്യൂണിസത്തിന്റെ ദീർഘകാല ഭരണവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകളെല്ലാം റഷ്യൻ ഭരണകൂടത്തിൽ ദൃശ്യവുമാണ്. റഷ്യയുടെ പരമാധികാരിയായി വാഴുന്ന വ്ളാഡിമിർ പുടിൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണോ? പുടിൻ പതിവായി പള്ളിയിൽ പോകാറുണ്ടോ? സഭയും റഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പുടിന്റെ മതപരമായ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റഷ്യൻ ചരിത്രത്തിലെ ഇരുണ്ട ഒരു കാലഘട്ടം നാം ഓർക്കേണ്ടതുണ്ട്. 1917 മുതൽ 1991 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകാലഘട്ടം. സർക്കാർ തന്നെ നിർബന്ധിതമായി നിരീശ്വരവാദം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച കാലമായിരുന്നു അത്. അന്ന് ഒരു റഷ്യക്കാരൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നത് ജീവൻ പോലും നഷ്ടപ്പെടത്തക്ക നിലയിലുള്ള അതികഠിനമായ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയതോടെ ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കപ്പെടുകയും മത നേതാക്കൾ ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു. നിരവധി പേരെ തടവിലാക്കി, നിരവധി പേരെ വധിച്ചു. 1922 1926 ഇടയിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ 28 ബിഷപ്പുമാരും 1200-ലധികം പുരോഹിതന്മാരും കൊല്ലപ്പെട്ടു. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ, അതായത് 1937-നും 1941-നും ഇടയിൽ മാത്രം കുറഞ്ഞത് 100,000-ലധികം ക്രൈസ്തവ പുരോഹിതന്മാർ റഷ്യയിൽ വധിക്കപ്പെട്ടു. മതസ്വാതന്ത്ര്യമില്ലാത്ത ദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന കണക്കുകൾ മാത്രമാണ് ഇതൊക്കെ. ഒടുവിൽ മിഖായിൽ ഗോർബച്ചോവിന്റെ ഭരണത്തിന് കീഴിൽ പുതിയ മതസ്വാതന്ത്ര്യ നിയമങ്ങൾ വന്നതോടെയാണ് ആയിരക്കണക്കിന് പള്ളികൾക്കും മൊണാസ്ട്രികൾക്കും സെമിനാരികൾക്കും വീണ്ടും പ്രവർത്തിക്കുവാൻ അനുമതി ലഭിക്കുന്നത്. പുടിൻ ജനിച്ചതും വളർന്നതും സോവിയറ്റ് യൂണിയന്റെ ഈ നിരീശ്വരവാദ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു എത്തീസ്റ്റ് ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ മാതാവ് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തെ രഹസ്യമായി ബാല്യപ്രായത്തിൽ തന്നെ മാമോദീസ മുഖ്യതായും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ചോ മറ്റ് കുടുംബാംഗങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ ഉള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ തലവൻ പാട്രിയാർക്ക് കിറിൽ ഒന്നാമൻ പറയുന്നത് അങ്ങേയറ്റം ഭക്തിയുള്ള ഒരു വിശ്വാസിയാണ് പുടിൻ എന്നാണ്. സ്ഥിരമായി പുടിൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെന്നും ബിഷപ്പ് കിറിൽ വ്യക്തമാക്കുന്നു. സോവിയറ്റ് കാലഘട്ടത്തിലെ പീഡനങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ ആത്മീയ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് രാജ്യത്തിന്റെ തലവൻ തന്നെ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചു എന്നതാണെന്നും ബിഷപ്പ് കിറിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ആഘോഷ വേളകളിലെല്ലാം പുടിൻ പള്ളിയിലെത്തുകയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. എന്നിരുന്നാലും അതൊന്നും പുടിന്റെ വ്യക്തിപരമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തെളിവുകളായി പരിഗണിക്കാനാവുന്ന കാര്യങ്ങൾ അല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പുടിനും പാട്രിയാർക്ക് കിറിലും തമ്മിലുള്ള ബന്ധം ദുരൂഹതകൾ നിറഞ്ഞതാണ്. പരമ്പരാഗതമായ സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധങ്ങൾക്കപ്പുറമാണത്. ഇത് റഷ്യൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ ഉക്രൈനുമായി നടക്കുന്ന യുദ്ധത്തിന്റെ തന്ത്രത്തിലുമൊക്കെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ഒരു സഹവർത്തിത്വം ഇവർ തമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പാട്രിയാർക്ക് കിറിൽ പുടിന്റെ തീരുമാനങ്ങൾക്ക് സഭയുടെ ധാർമ്മിക അധികാരം ഉപയോഗപ്പെടുത്തി ഒരു പിന്തുണ നൽകുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. സഭ നമ്മുടെ പ്രിയപ്പെട്ട പിതൃഭൂമിയുടെ ആത്മീയ സംരക്ഷകരാണ്. അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്നുവെന്ന് പുടിൻ പരസ്യമായി പ്രസ്താവിക്കുകയും സഭയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തെ, അതായത് ആത്മീയതയും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന പ്രത്യയശാസ്ത്രമാണ് റുസ്കി മിർ അഥവാ റഷ്യൻ വേൾഡ് എന്ന ആശയം. റുസ്കി മിർ എന്നത് റഷ്യയെ കേന്ദ്രീകരിച്ച് ഭാഷ, സംസ്കാരം, മതം എന്നിവയുടെ പേരിൽ ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയ സ്വാധീന മണ്ഡലം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു റഷ്യൻ ആശയമാണ്. റഷ്യൻ ദേശീയതയെയും ഓർത്തഡോക്സ് സഭാവിശ്വാസത്തെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണിത്. കിഴക്കൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു പൊതു ആത്മീയ ഇടം നിലനിൽക്കുന്നുവെന്നും ഈ പ്രദേശം മോസ്കോ പാത്രിയാർക്കേറ്റിൻ്റെയും ആത്മീയ ഭരണത്തിൻ്റെയും ക്രെംലിൻ്റെ രാഷ്ട്രീയ ഭരണത്തിൻ്റെയും കീഴിലായിരിക്കണമെന്നും ഈ ആശയം വാദിക്കുന്നു. പാട്രിയാർക്ക് കിറിലിൻ്റെ നേതൃത്വത്തിലുള്ള ലോക റഷ്യൻ പീപ്പിൾസ് കൗൺസിൽ ഈ പ്രത്യയശാസ്ത്രത്തെ ഉപയോഗിച്ച് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഒരു വിശുദ്ധ യുദ്ധമെന്ന് പ്രഖ്യാപിക്കുക പോലും ചെയ്തിരിക്കുന്നു. 2022 ഉക്രൈനിൽ മരിക്കുന്ന റഷ്യൻ സൈനികരുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് വരെ ഇദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളത് അറിയുമ്പോൾ എത്രമാത്രം ആഴത്തിൽ പുടിനും ബിഷപ്പ് കിറിലും തമ്മിലുള്ള ബന്ധം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുരുക്കത്തിൽ നോക്കുമ്പോൾ വ്ളാഡിമിർ പുടിൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരംഗമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തെ സഭാ നേതാവ് സാക്ഷ്യപ്പെടുത്തുകയും അദ്ദേഹം പൊതുവായും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൻ്റെ അധികാരം നിലനിർത്തുവാനും റഷ്യയിലെ ഏറ്റവും ശക്തമായ മതവിശ്വാസ സമൂഹമായ റഷ്യൻ ഓർത്തഡോക്സ് സഭയെ തൻ്റെ ഇംഗിതങ്ങൾക്കൊപ്പിച്ച് ചലിപ്പിക്കുവാനും വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് സഭാബന്ധമെന്നുമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ഐഡന്റിറ്റി റഷ്യൻ വംശീയതയെയും വിദേശ നയങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന രാഷ്ട്രീയ സഖ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ രാഷ്ട്രീയവൽക്കരണം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിച്ഛായയെ അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കുകയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഭരണകൂട നിയന്ത്രണങ്ങൾ ശക്തമാകുവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിശക്തനാണ്. അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മുൻപോട്ട് പോക്കിന് ഒരു മറ മാത്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.